ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ആയിട്ട് പോവാം. അങ്ങനെയായിട്ട് പറയാൻ തുടങ്ങി ഹീറോ. അങ്ങനെ മിയ പറയുന്നതാണ് സാഡായിട്ട്. മിയ, നീ എന്നെ ഹീറോ എൻ്റെ തമാന എന്ന് വിളിച്ചു. ശരി തമാന പറഞ്ഞു. അങ്ങനെ മിയ പറഞ്ഞു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ അങ്ങനെയായിട്ട് മിയ സാഡായിട്ട് പറയുന്നത് തമാനൊക്കെ ഷാക്ക്. ഓക്കെ, നിനക്ക് പിടിച്ചത് ശരി, നീ ആരാന്ന് ചോദിച്ചു. എൻ്റെ പേര് ഇതാണ് തമാന പറഞ്ഞു. അങ്ങനെ ഹീറോയി ഇങ്ങനെ ജോലിയായി തമന കൂടെ ഹീറോയി തമന ഭയങ്കര ഹാപ്പിയായി. മിയ കൂടെ ഫ്രണ്ടായി. മിയ എൻ്റെ വീടാണിത് എന്ന് പറയാൻ തുടങ്ങി. മിയ ജോലിയായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. മിയ പറയാൻ തുടങ്ങി എന്താ പ്രശ്നം പറ്റി. ഒന്നുമില്ല, ഇങ്ങനെ നടന്ന കാര്യം മിയ എന്നോട് പറഞ്ഞു. ഓ, ഇതാണ് പ്രശ്നം. ശരി, ഓക്കെ എന്ന് മിയ പറയുന്നത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ നോക്കാം, നമുക്ക് ഹീറോയിൻ്റെ വീട്ടിൽ നോക്കാം. ഓമിസ്റ്റർ പറഞ്ഞു ഇവരെ വെച്ച് നീ ആഡ് ചെയ്തോ, ഇവിടെ കുറച്ച് ഫേമസ് വേണമായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഡാഡി നല്ല ഭയങ്കര കുറച്ച് ഫേമസ് ആവാൻ തുടങ്ങി. കുറച്ച് നിറയെ ആക്ടർ ഹീറോയിൻ്റെ ഡാഡിക്ക് അങ്ങനെ ആ കുട്ടീൻ്റെ ഡാഡി ചെയ്യാം. ഓമിസ്റ്റർ ഭയങ്കര ചെയ്യാമായിരുന്നു. അങ്ങനെയായിട്ട് കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങി. ആ ചെക്കൻ കുറച്ച് ഒരുമാതിരിയായിരുന്നു ആ ചെക്കൻ. അങ്ങനെയായിട്ട് ആ ചെക്കന് കുറച്ച് മാറ്റം മാറി. പിന്നെ ആ കുട്ടീൻ്റെ ക്യാരിങ് കണ്ട് ആ ചെക്കന് ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. അങ്ങനെ രണ്ടുപേരും ഹാപ്പി ആയിരിക്കാൻ തുടങ്ങി. ഇത് ആ കുട്ടീൻ്റെ ഡാഡി എല്ലാം ശ്രദ്ധിച്ചുമായിരുന്നു. ഓമിസ്റ്റർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെയായിട്ട് ഡേയ്സ് പോകാൻ തുടങ്ങി. അങ്ങനെ പറയാൻ തുടങ്ങി എന്ത് പറ്റി തമാന. ഒന്നുമില്ലടി, ചേട്ടന് വരാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് മിയ പറയാൻ തുടങ്ങി ചേട്ടൻ എനിക്ക് മിയൊക്കെ ഇപ്പോൾ കുറച്ച് മലയാളം അല്ലേ കുറച്ച് ലാംഗ്വേജ് പഠിച്ചു. മിയ ലാംഗ്വേജ് പഠിച്ചായിരുന്നു. മിയ പറഞ്ഞു ഞാൻ വരട്ടാന്ന്. ശരി മിയ. അങ്ങനെ മിയാൻ്റെ ഡാഡി പറഞ്ഞു. അങ്ങനെ മിയക്കും ഹീറോയിൻ്റെ ഡാഡിക്കും മിയാനെ പിടിച്ചത്. അങ്ങനെ നല്ല മർമോളാണ് മിയക്കും മിയ ഡാഡി. അങ്ങനെ കൊറിയൻ ഫസ്റ്റ് മാരേജ്, അവിടെ കൊറിയയിലായി മാരേജ്. അത് മിയക്ക് ഭയങ്കര ഹാപ്പി. ഡാഡി ഞാൻ പോവാണ്. മിയ സന്തോഷത്തിൽ പറഞ്ഞു. മിയ അവിടെ നിന്ന് ഇന്ത്യക്ക് വന്നു. പീറ്റേഴ്സ് മെമ്പർ 7 പേര് വന്നായിരുന്നു ഇന്ത്യ പ്ലേസിൽ. അങ്ങനെ മിയക്കും മാരേജായി. മിയ ഭയങ്കര ഹാപ്പിയിൽ ജോലി എൻജോയ് ചെയ്യാനെങ്കിൽ നമ്മൾ വിക്ക് യഥാർത്ഥമെങ്കിൽ നോക്കിയ വി. അങ്ങനെ മിയക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു മാരേജിക്ക്. അങ്ങനെ വി വന്നായിരുന്നു. അങ്ങനെ വി നോക്കായിരുന്നു. അങ്ങനെ വിക്ക് ഹീറോയിന് തവണ ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. വീൻ്റെ മമ്മി ഡാഡി വന്നായിരുന്നു. അങ്ങനെയായിട്ട് വീക്കും ഇവിടെ മാരേജ് കഴിക്കാമെന്ന് പ്ലാനായിരുന്നു. അങ്ങനെ വീക്കും മമ്മിക്ക് ഹീറോയിനെ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഓൾറെഡി കണ്ടായിരുന്നു. വീക്ക് അറിയില്ലായിരുന്നു വീക്കും തമനക്കും മാരേജ്. തമനക്കും അതും അറിയില്ലായിരുന്നു. തമനക്കും വീക്കും മാരേജായി. തമനക്ക് ഷാക്ക്, വീക്ക് ഷാക്ക്. എന്ത് മാരേജാ? അതെ, വീക്കും മാരേജായി. അതെ, അങ്ങനെ രണ്ടുപേർക്കൊക്കെ ഞാൻ മാരേജ് ആയത്. വീക്കും കൺഫ്യൂസ് ആയത്. വീ പോയിട്ട് മമ്മി ഡാഡിനോട് ചോദിച്ചു ഡാഡി എങ്ങനെ മമ്മി സംഭവിച്ചത്. വീൻ്റെ അങ്ങനെ ഓമിസ്റ്റർ മിയൻ്റെ അച്ഛനമ്മ പറയാൻ തുടങ്ങി. അത് ഞങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് മംഗളം കഴിക്കുന്ന മുമ്പ് കല്യാണം കഴിക്കുന്ന മുമ്പ് പെണ്ണിൻ്റെ നാട്ടിലൊക്കെ ഒരിക്കൽ ഞങ്ങൾ വന്നായിരുന്നു. അല്ല, അർജുൻ്റെ വീട്ടിലൊക്കെ വന്നായിരുന്നു. മിയാൻ്റെ ഡാഡി മമ്മി പറഞ്ഞു അതുകൊണ്ട് നിൻ്റെ മമ്മി വന്നായിരുന്നു. വീൻ്റെ മമ്മി പറഞ്ഞു അതെടാ ഞാൻ പോയിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ മോക്കും മാരേജാണ്. അങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ വരണ്ടേ. അങ്ങനെ ഞാൻ വന്നത്. എന്ത് ഫ്രണ്ടാ? അതേ മോനെ. വീൻ്റെ മമ്മി പറഞ്ഞു ഓ അത് ശരിയല്ലോ. അങ്ങനെ വീൻ്റെ മമ്മിയും തമാനൻ്റെ മമ്മിയും വീൻ്റെ മമ്മിയും മിയാൻ്റെ മമ്മി ഫ്രണ്ട്സായിരുന്നു. കോളേജൊക്കെയാണ് പഠിച്ചത്. സ്കൂൾ ചൈൽഡ് ഫ്രണ്ടാണ്. അങ്ങനെ പോയതായിരുന്നു. വി പറയുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എനിക്ക് ഈ മാരേജ് ഓക്കെ അല്ലടാ. ഓക്കെ മമ്മി. തമാനൊക്കെ ഷാക്ക്. തമാനോട് ചോദിച്ച് അങ്ങനെ മിയ പറയാൻ തുടങ്ങി അത് ഞാനൊക്കെ നോക്കുമ്പോൾ കൂടെ വന്നു അതുകൊണ്ട് തമാനോട് നടന്ന കാര്യമായിരുന്നു. ഓ അങ്ങനെയാണോ, ശരി. ഓമിസ്റ്ററിൻ്റെ മകൾ കൂടി വന്നുകൊണ്ട് ഒരു ഹക്ക് ചെയ്ത് ചേച്ചിക്ക് മാരേജ് ആണല്ലോ, ഭയങ്കര ഹാപ്പിയായി ചേച്ചി. ശരി എനിക്ക് മാരേജ് ആയി. ശരി ഇപ്പം എങ്ങനെയുണ്ടോ? ഭയങ്കര ഹാപ്പി ആയിട്ട് പോണു. അങ്ങനെയായിട്ട് ആ കുട്ടീൻ്റെ ഹസ്ബൻഡ് വന്നായിരുന്നു. കൺഗ്രസ് എന്ന് പറഞ്ഞു. ശരി. അങ്ങനെയായിട്ട് അവന് മുറിക്കാൻ തുടങ്ങിയാണ്. എന്താ പറ്റി? നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടല്ലേ. ചേച്ചി ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളത്. ശരിടാ. അങ്ങനെയായിട്ട് പറഞ്ഞു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ഇങ്ങനെ പ്ലേസ് അല്ല തമ്മന് ബിസിനസ് നന്നായിട്ട് നോക്കുമായിരുന്നു. വിയും ഭയങ്കര ഭയങ്കര ഫേമസ് ഹീറോയിൻ്റെ കമ്പനിയിൽ ഭയങ്കര ആഡ് ചെയ്യാൻ 7 പേര് അങ്ങനെ ഡീലിടാതെ ഹീറോയിൻ ഡാഡി പിന്നെ ഓമിസ്റ്റർ ബിസിനസ് ചെയ്യാന്ന്. ഹീറോയിൻ ഡാഡിയും ഓമിസ്റ്റർ രണ്ടുപേരും ഒക്കത്തെ ബിസിനസ് ചെയ്യാന്ന്. പിന്നെ വി പറയാൻ തുടങ്ങി ഞങ്ങളൊരു ഷോർട്ട് ഫിലിം എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഹീറോയിൻ ഡാഡി പറയാൻ തുടങ്ങി അതെ ഞങ്ങൾ ഷോർട്ട് ഫിലിം എടുക്കാൻ പോകാൻ. അർജുൻ പറയാൻ മറന്നുപോയി. അർജുൻ ഒരു
ബിസിനസ് മാൻ അല്ല, ഒരു ആക്ടറായിരുന്നു. അർജുൻ പറയാൻ തുടങ്ങി ഭയങ്കര ഡാഡ്, ഞാനൊരു പുതിയ ഡ്രാമ എടുത്തു, ഞാനൊരു ആക്ടർ മാത്രമല്ല ഡാഡ്, ഞാനൊരു CEO ആണ്, CEO മാത്രമല്ല ഞാനൊരു ഡയറക്ടർ പറഞ്ഞ സ്റ്റോറി ചെയ്തു ഞാൻ ചെയ്യും, അതിലൊരു CEO ഉണ്ട് ഡാഡ്. അതുകൊണ്ട് ഞാനൊരു പുതിയ മൂവി എടുക്കുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ വൈഫ് എൻ്റെ കൂടെ പാർട്ട്ണറായിട്ട് ആക്ട് ചെയ്യാൻ പോകും ഡാഡ്. അങ്ങനെ പറഞ്ഞു. മിയാക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. മിയ പറയുന്നത് എന്ത്, ഞാൻ ഹീറോ ആയിട്ടാ? അതെ മിയ, നീ എനിക്കൂടെ. അങ്ങനെ രണ്ടുപേരും മിയ ഭയങ്കര സൂപ്പറായിട്ട് മൂവി അഭിനയിച്ചു. അവർ ബ്ലോക്ക് ബസ്റ്ററായി മാറി. മിയ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ശരി ശരി ചേട്ടാ, നിങ്ങൾ മൂവി അഭിനയിച്ചത് ഓക്കെ. അങ്ങനെ താമാന ഇവിടെ നിന്ന് മാറുന്നതല്ലേ. താമാന ഇവിടെ നിൽക്ക്. അത് ചേട്ടാ, അതെന്താ ചേട്ടാ? നിനക്ക് വേണ്ടി ഞാനൊരു സ്റ്റോറി ചെയ്തിട്ടുണ്ട്. എന്ത് ചേട്ടാ? ഞാനൊന്നും അഭിനയിക്കില്ല ചേട്ടാ എന്ന് താമാന ഓട്ട്. അങ്ങനെ താമാന അഭിനയിക്കില്ല പറഞ്ഞ് ഒറ്റ ഓടിപ്പോയി. വീക്ക് കൺഫ്യൂസ്. എന്ത് പറ്റി? ഒന്നുമില്ലടാ. അങ്ങനെ പിടിച്ചു. അങ്ങനെ പുതിയൊരു മൂവി, ഷോർട്ട് മൂവി ഓൾറെഡി നീ അഭിനയിച്ചായിരുന്നു ചേട്ടാ. അത് തമന ഓൾറെഡി നീ ഷോർട്ട് മൂവി ഓൾറെഡി 2 മൂവി ചൈൽഡ്സ് മൂവിയാണ് ഓൾറെഡി അഭിനയിച്ചു. തമന ഓൾറെഡി അഭിനയിച്ചായിരുന്നു. നിൻ്റെ ഫസ്റ്റ് മൂവി നീ ഹസ്ബൻഡ് കൂടെ അഭിനയിക്കും ചേട്ടാ. ഡാഡ് അതേ മോളെ പറയുന്നത് ശരിയാ. അത് മാത്രമല്ല ഇതിൽ എല്ലാവരും ചെയ്യാറുണ്ട്. പിന്നെ പീറ്റേഴ്സ് മുമ്പ് അവരുടെ കമ്പനി സിഒനോട് പറഞ്ഞായിരുന്നു പ്ലാനിങ് ബിസിനസ് പ്ലാനിങ് നിറയെ ലാംഗ്വേജ് കൊണ്ട് ഇങ്ങനെ ഒരു പ്ലാൻ സ്റ്റൊക്കെ നല്ല സൂപ്പർ ഒരു മൂവി. രാജഘട്ടപ്പ്, അത് ട്രഡീഷൻ ഡ്രസ്സിട്ട് കിങ് സ്റ്റോറി, ട്രൈം ട്രാവൽ ലവ് സ്റ്റോറി, ട്രൈം ട്രാവൽ ഇങ്ങനെ ഓരോന്ന് സ്റ്റോറി. നിങ്ങൾ ഇതിലെപ്പോഴും ഒരാളാണ് ഇങ്ങനെ പറഞ്ഞ ഒരു മൂവി, ഫാൻറ്റാസ്റ്റിക് ഒരു മൂവി അഭിനയിച്ച് അത് ഭയങ്കര ഫേമസ് ആയി മാറി. ഭയങ്കര നല്ല ഫേമസ് ആവാൻ തുടങ്ങി ഹീറോയിൻ. അങ്ങനെ അവർ പറയാൻ തുടങ്ങി സിഒ ഭയങ്കര ഹാപ്പി ആയിരുന്നു. 7 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് ഫെൻറ്റാസ് നല്ല സൂപ്പറായിട്ട് മാറി. ഡ്രാമ നല്ല സൂപ്പറായിട്ടായി. ഹീറോയി പറയുന്നതാണ് ചേട്ടാ നന്നായിട്ടുണ്ട് മൂവി. ശരി മാ, ഇത്ര നല്ലതിന് മിയ പറയുന്നതോടെ ഈ ഡ്രാമയിൽ ഞാനും ഉണ്ട്. അതെ മിയ, നമ്മളെല്ലാവരും ഉണ്ട്. മിസ്റ്റർ മകറുണ്ടായിരുന്നു, പിന്നെ അവൻ്റെ ഹസ്ബൻഡ്. അങ്ങനെയായിട്ട് നന്നായിട്ട് സൂപ്പറായിട്ട് മാറായിരുന്നു. ഹാപ്പി എൻഡിങ്.